16ാം ധനകാര്യ കമ്മീഷൻ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. കേരളത്തിൽ റൂറൽ ഏരിയ കുറവാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 300 കോടിയാണ് റൂറൽ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ സെൻസസ് ടൗണുകളുണ്ട്. സെൻസസ് ടൗൺ പലതും പഞ്ചായത്താണ്. ഈ സെൻസസ് ടൗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെല്ലാം അർബൻ ഏരിയയിലേക്ക് കൊടുത്തു. അപ്പോൾ സത്യത്തിൽ റൂറൽ ഏരിയയിലേക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഈ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ടൈഡ് ഫണ്ടാണ്, പല നിബന്ധനകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 16ാം ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ കേരളത്തിലെ റൂറൽ അർബൻ നിർവചനം അവരുടെ തെറ്റാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ചർച്ച കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻസസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ടൗൺ ആണെന്ന് പറഞ്ഞിട്ട് അർബൻ ഏരിയയിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ സെൻസസ് ടൗൺ എല്ലാം പഞ്ചായത്തിന്റെ കീഴിലുമാണ്. ഒരുപാടെണ്ണം വളരെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ കീഴിൽ തെറ്റായ ഒരു അസസ്മെന്റാണ് 16ാം ധനകാര്യ കമ്മീഷൻ നടത്തിയത്. അതിന്റെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഞങ്ങൾ I have already explained. He has written a letter, and I have that letter was forwarded to Honorable Home Minister. They will take action accordingly. നിങ്ങളെല്ലാം വാർത്ത കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിന്റെ വിഷ്വൽ കണ്ടോ? വിഷ്വൽ കണ്ടിട്ടാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കണം? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെന്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണമെന്നാണ്, മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങള് മൈക്രോസ്കോപ്പ് അല്ലല്ല, കുറച്ച് ആളുകള് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ സ്ത്രീവിരുദ്ധ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണുള്ളത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണം എന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. അല്ലല്ല, എന്റെ വെയിറ്റ് എന്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എന്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ് ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാം. പക്ഷേ
നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പൊ തന്നെ നടപടിയെടുത്തല്ലോ. എനിക്കാണ് കത്തയച്ചത്. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തെറ്റായ ഒരു കാര്യമാണ് അവർക്കെതിരെ പ്രചരിപ്പിച്ചത്. അപ്പൊ തന്നെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പൊ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതി. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതി പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു എന്ന പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ അതിൻ്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം ഈ വഖഫ് ബോർഡ്, LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം, ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്, അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഈ 2 അമുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24 കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ പുനഃസംഘടനാ നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തിൽ പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിന്റെ കാലാവധി കഴിയും വരെ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025 4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പൊ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിന്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്ന? സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ. ഇവിടെ തിരിച്ചയച്ചപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ, അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മിനിമം അല്ല മാക്സിമം എന്നുള്ളത് 3 മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയുടെ വിധി പുറത്തു വരട്ടെ. കോടതി എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? കോടതി ചർച്ച ചെയ്യല്ലേ, ഈ വിഷയം ചർച്ച ചെയ്യല്ലേ. കോടതിയുടെ വിധി വരട്ടെ, നമുക്കെന്താ ധൃതി? നിങ്ങളെ ഡേറ്റ് നോക്കിക്കോ. ഇതിനായിരിക്കില്ല വൈകിപ്പിച്ചത് അന്ന് അത് രൂപീകരിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷാംഗങ്ങളെ കൂടി വരുമായിരുന്നു ഇതിൻ്റെ അകത്ത് ബോർഡിൽ. അത് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിലേ ചെയ്താണ്. അവിടുത്തെ ഓർഡർ വരുന്നതിന് മുമ്പ് അവരത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം അത് തുടരുമായിരുന്നു, അതിന്റെ കാലാവധി വരെ തുടരുമായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ പുതിയ നിയമം. അപ്പൊ ആ പുതിയ നിയമത്തിന്റെ കാര്യത്തിൽ തീരുമാനം വന്നേനെ. എന്തെങ്കിലും തീരുമാനം
CPM-ന്റെ ആരോപണം. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോട് ചൂണ്ടിക്കാണും. കുണ്ടറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, അങ്ങയെ കാണാമെന്ന ഒരു വൃദ്ധയെ മർദ്ദിച്ചു എന്ന പരാതി, പത്തനംതിട്ടയിലെ 3 സംഭവങ്ങൾ തുടർച്ചയുണ്ട്. അത് 3 മാസം പോലും തികയുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷം അങ്ങനെ പറയട്ടെ. എന്നെ കാണാൻ വന്ന വയോധികയെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ വാർത്തയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രായമായവരെ മുഴുവൻ ഞാൻ താഴെയാണ് കാണുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ. 3 മണിക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷമാണ്, മിക്കവാറും 100-ലധികം പേര് അവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ വന്ന്, ചിലപ്പോൾ പ്രായമായവരല്ലാതെയും ചിലപ്പോൾ കയറി വരും, പ്രായമായവരും ഉണ്ടാവും. ഞാൻ അവരെ ഇവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷമം കൊണ്ടാണ് താഴെ അത് ഓപ്പൺ ചെയ്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രായമായ ആളുകൾക്കും ഇരിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വയോധിക വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കോടതിയിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു, നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്, കേസ് കോടതിയിലാണ് ആൾക്ക്. അപ്പം അവർ താഴെ വന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ പോകാൻ നിർബന്ധിച്ചിട്ട് അവർ പോയില്ല. അന്ന് അവരെ പോലീസ് കൊണ്ടുപോയി, ഇവരെ മകളെ വിളിച്ചു. അപ്പോൾ മകൾ വന്നില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് അവരെ യാത്രയാക്കിയത്. ഇതാണ് സംഭവം. തെറ്റായ വാർത്തയാണ്. അല്ല, അത് അവർ പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ്, അല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കാൻ കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണത് ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കാര്യമാണെന്ന്.